ലൂക്ക 22:54 വചനങ്ങളിൽ ഇവിടെ പറയുകയാണ്, പ്രധാന പുരോഹിതന്മാര് അവര് യേശുവിനെ അങ്ങോട്ട് പിടിച്ചു കൊണ്ടുപോയി യേശുവിനെ ഉപദ്രവിച്ചിട്ടുണ്ട്. പത്രോസ് അകലെയായി അവനെ അനുഗമിച്ചിരുന്നു. അതൊരു വലിയ പ്രശ്നമാണ്. പത്രോസ് അകലെയായി അവനെ അനുഗമിച്ചിരുന്നു. അതായത് ഒരു അകലം, ക്രിസ്തുവുമായിട്ട് നിനക്ക് ഒരു അകലം ഉണ്ടായാൽ നീ വീണിരിക്കും. വീണാൽ നിന്നെ താങ്ങുവാനായിട്ട് ആരും ഉണ്ടാവത്തില്ല. അപ്പോൾ ക്രിസ്തുവുമായിട്ട് നമുക്ക് അകലം വരുത്തുന്ന കാര്യങ്ങളിൽ നിന്ന് പൂർണ്ണമായിട്ട് നമ്മൾ പിന്തിരിയണം. ഹല്ലേലൂയ, ഹല്ലേലൂയ. ക്രിസ്തുവിൽ നിന്ന് എന്നെ അകറ്റുന്ന എല്ലാ പാപത്തിൻ്റെ വഴികളും തെറ്റായ വ്യക്തിബന്ധങ്ങളും കൂട്ടുകെട്ടുകളും ഞാൻ അവസാനിപ്പിച്ചുകൊണ്ട് ക്രിസ്തുവിൻ്റെ ഹൃദയവുമായിട്ട് ഞാൻ ഒന്നാകേണ്ടിയിരിക്കുന്നു. അതാണ് യേശു നമ്മിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത്. ഹല്ലേലൂയ. പത്രോസ് അകലെയായിട്ട് അനുഗമിച്ചു. ഉറപ്പാണ്, അകലെയായിട്ട് ക്രിസ്തുവിനെ അനുഗമിക്കുന്നവർ വീഴും. വീണാൽ താങ്ങുവാൻ എഴുന്നേൽപ്പിക്കുവാൻ ആരും ഉണ്ടാവുകയുമില്ല. പത്രോസിന് അബദ്ധം പറ്റുകയാണ്. പത്രോസ്, രാത്രി സമയമാണ്, നല്ല തണുപ്പുള്ള രാത്രി. യേശുവിനെ അവരെ പിടിച്ചുകൊണ്ടുപോയി. പത്രോസ് കുറച്ചു പേര് തീ കായുന്ന കൂടെ ഇരുന്ന് തീ കായുക. ഒരു സ്ത്രീ പത്രോസിനെ സൂക്ഷിച്ചു നോക്കി. വല്ല ആവശ്യമുള്ള കാര്യമാണോ ഈ സ്ത്രീകൾക്ക്? ഒരു സ്ത്രീ, ഒരു പരിചാരിക പത്രോസിനെ സൂക്ഷിച്ചു നോക്കി. സൂക്ഷിച്ചു നോക്കുന്നത് അപകടമാണ് കേട്ടോ. ആ സ്ത്രീ ആണെങ്കിലും പുരുഷനാണെങ്കിലും ആവശ്യമില്ലാതെ സൂക്ഷിച്ചു നോക്കിയാൽ അത് അപകടത്തിലെത്തുള്ളൂ. ഒരു വചനം പറയുന്നുണ്ട്, ചിലർ പറയാറുണ്ട് പഴയ നിയമം വലിയ കുഴപ്പമില്ല, അല്ല പുതിയ നിയമം വലിയ കുഴപ്പമൊന്നുമില്ല. പഴയ നിയമമാണ് വളരെ സീരിയസ് എന്ന് നമുക്കറിയത്തില്ല. കഴിഞ്ഞിട്ടാ പുതിയ നിയമമാണ് വളരെ സീരിയസ്. പഴയ നിയമത്തിൽ ഒരു സ്ത്രീയും പുരുഷനും ശാരീരികമായിട്ട് ബന്ധപ്പെട്ടു കഴിഞ്ഞാൽ അത് വ്യഭിചാരമായിട്ട് മാറി. പുതിയ നിയമത്തിൽ വരുമ്പോഴോ മത്തായി 5:28 ആസക്തിയോടെ സ്ത്രീയെ നോക്കിയാൽ വ്യഭിചാരം ഹൃദയത്തിൽ ചെയ്തു കഴിഞ്ഞു. ഉണ്ടോ? ആ പുതിയ നിയമമാണ് ഗൗരവം. സഹോദരനെ വെറുക്കുന്നവൻ കൊലപാതകിയാണ്. സംഭവം മാറി. പഴയ നിയമത്തിലോ ഒരുത്തിനെ കൊന്നാൽ മതി, കുത്തിക്കൊന്നാലേ കൊലപാതകത്തുള്ളൂ. പുതിയ നിയമത്തിലോ സഹോദരനെ വെറുക്കുന്നവൻ കൊലപാതകിയാണ്. അപ്പം പുതിയ നിയമമാണ് ഇച്ചിരി സീരിയസ് ആയിട്ട് ഈശോ പറഞ്ഞിരിക്കുന്നത്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇവിടെ പത്രോസ് അങ്ങനെ അവിടെ തീ കാഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഒരു സ്ത്രീ പത്രോസിനെ സൂക്ഷിച്ചു നോക്കി. എവിടെ ഒരു പരിചയമുണ്ടല്ലോ. എന്നെ പറഞ്ഞു, നീയും യേശുവിൻ്റെ കൂടെ ഉണ്ടായിരുന്നു. യേശുവോ? പത്രോസ് യേശുവാ? അതാരാ? അങ്ങനെ ഒരാളെ എനിക്കൊരു പരിചയമില്ല, അങ്ങനെ ഒരാളെ ഞാൻ അറിയത്തു പോലുമില്ല. പത്രോസ് വരണ്ടിരിക്കുക. ഉള്ളിൽ ഭയമാണോ? ഉള്ളിൽ ഭയം നിറഞ്ഞിട്ട്, കാരണം പിടിക്കപ്പെടാം, ഉപദ്രവിക്കപ്പെടാം, അല്ലെ കൊല്ലപ്പെടാം, അങ്ങനെയൊക്കെ ചിന്തിച്ചു കാണും. അവൻ തീക്കരികെ ഇരിക്കുന്നത് കണ്ടൊരു പരിചാരിക സൂക്ഷിച്ചു നോക്കിയിട്ട് പറഞ്ഞു, ഇവനും അവനോട് കൂടിയായിരുന്നു. എന്നാൽ പത്രോസ് അത് നിഷേധിച്ചു. സ്ത്രീയെ, അവനെ ഞാൻ അറിയത്തില്ല. ഉണ്ടോ? അതുവരെ ഗെത്സമൻ തോട്ടത്തിൽ വെച്ചും കൂടെ ഉണ്ടായിരുന്നു, വാളെടുത്ത് വെട്ടിയതാ. ഇപ്പൊ പത്രോസ് പറയാ, അവനെ എനിക്ക് അറിയത്തില്ല. ക്രിസ്തുവുമായിട്ട് ഒരകലം എവിടെ വരുന്നോ അവിടെ മുതൽ ക്രിസ്തുവിനെ നമ്മൾ ജീവിതം കൊണ്ട് നിഷേധിക്കാൻ തുടങ്ങുകയാണ്. യേശു ക്രിസ്തുവിനെ ജീവിതത്തിൽ നമ്മൾ നിഷേധിക്കുമ്പോൾ മുതൽ നമ്മുടെ ജീവിതത്തിന്റെ തകർച്ചകൾ ആരംഭിക്കുകയായി. ഹല്ലേലൂയ. 3 തവണ തള്ളിപ്പറയുന്ന യേശു പറഞ്ഞു. മൂന്നാമതും ഒരു സ്ത്രീ പറയുകയാണ്, ഉറപ്പാണ്, നിന്നെ കണ്ടറിയാൻ, നീ ഗലീലക്കാരനാണ്, നീയും അവൻ്റെ കൂടെ ഉണ്ടായിരുന്നു. ഇതേ സംഭവം മത്തായി സുവിശേഷത്തിൽ പറയുന്നുണ്ട്. അവൻ ശപിക്കുവാനും ആണയിടുവാനും തുടങ്ങി. പത്രോസിനെ കുറിച്ചാ പറഞ്ഞു. അവൻ ശപിക്കുവാനും ആണയിടുവാൻ തുടങ്ങി. അവൻ പറഞ്ഞു, എനിക്ക് അങ്ങനെ ഒരാളെ അറിയത്തുപോലുമില്ല. പത്രോസ് പറയുക, എത്ര പെട്ടെന്ന് ഒരു മനുഷ്യൻ്റെ മനസ്സ് മാറുന്നില്ലേ. എനിക്ക് യേശുവിനെ അറിയത്തില്ല, ഒരു പരിചയമില്ല. ശപിക്കാനും ആണയിടുവാനും തുടങ്ങി. അപ്പോൾ ഇതാ കൊട്ടാരമുറ്റത്തുകൂടെ യേശുവിനെ പടയാളികൾ കൊണ്ടുവരിക. ദൈവജ്ഞന്മാരും ഫരീസന്മാരും പുരോഹിതന്മാരും ഒക്കെ ഉണ്ട്. നന്നായിട്ട് ഉപദ്രവിച്ചിട്ടുണ്ട്. ഗെത്സമനി പിടിച്ചപ്പോൾ മുതലുള്ള ഉപദ്രവമാണ്. നന്നായിട്ട് അടി കൊടുത്തിട്ടുണ്ട്, നന്നായിട്ട് ചതച്ചിട്ടുണ്ട്. അങ്ങനെ
യേശുവിനെയായിട്ട് അവരിങ്ങോട്ട് വരുമ്പോൾ യേശു പത്രോസിനെ ഒന്ന് തിരിഞ്ഞു നോക്കി. കർത്താവ് പത്രോസിന്റെ നേരെ തിരിഞ്ഞ് അവനെ നോക്കി. ഇന്ന് കോഴി കൂവുന്നതിന് മുമ്പ് 3 പ്രാവശ്യം നീ എന്നെ നിഷേധിക്കുമെന്ന് കർത്താവ് പറഞ്ഞ വചനം അപ്പോൾ പത്രോസ് ഓർമ്മിച്ചു. കർത്താവ് പത്രോസിനെ തിരിഞ്ഞു നോക്കി. ആ നോട്ടം എന്ന് പറഞ്ഞാൽ അതൊരു വല്ലാത്ത നോട്ടമായിരുന്നു. ആ ഈശോ പിടിക്കപ്പെട്ടു, പീഡ അനുഭവിച്ചു, തല്ലിമേടിച്ചിട്ടുണ്ട്, ക്രൂരമായിട്ട് അവരെ ഉപദ്രവിച്ചിട്ടുണ്ട്. ഈശോ തിരിഞ്ഞു നോക്കിയ നോട്ടത്തിൽ അവന്റെ കണ്ണുകളിലൂടെ ഒഴുകിയ കരുണയുടെ പ്രവാഹത്തിന്റെ മുൻപിൽ, ആ സ്നേഹപ്രവാഹത്തിന്റെ മുൻപിൽ, ആ സ്നേഹത്തിന്റെ മുൻപില് പത്രോസ് തകർന്നു പോയി. ആ നോട്ടം എന്ന് പറഞ്ഞാൽ അത് കരുണയുടെ പ്രവാഹമായിരുന്നു. നീയും എന്നെ തള്ളിപ്പറഞ്ഞോ പത്രോസേ? ആ നോട്ടം അതാ. പത്രോസിന്റെ ചങ്കിലൂടെ കർത്താവിന്റെ നോട്ടം കടന്നുപോയി. അവൻ പുറത്തുപോയി മനം നൊന്ത് കരഞ്ഞു. പുറത്തേക്ക് പോയിട്ട് ചങ്ക് പൊട്ടി കരയാം. നമുക്ക് ദൈവസന്നിധിയിൽ ഒന്ന് കരയാൻ സാധിച്ചാൽ അത് ഏറ്റവും വലിയ അനുഗ്രഹമാണ്. അത് എല്ലായ്പ്പോഴും ഒന്നും സാധിക്കില്ല. ചില അവസരങ്ങളിൽ ഹൃദയത്തിൽ ആഴമായ ദൈവാത്മാവിൻ്റെ സ്പർശനം ഉണ്ടായാൽ നമ്മൾ കരയണമെന്നേ. എന്തിനാ മടിക്കും? നമ്മൾ കർത്താവിൻ്റെ അടുക്കലൊക്കെ പോയിരുന്ന് നമ്മൾ കരയണം. ഒറ്റയ്ക്കിരുന്ന് കരയണം. ആരും കാണാതെ ഇരുന്ന് കർത്താവിൻ്റെ അടുക്കിരുന്ന് കരഞ്ഞാൽ ആ കരച്ചിലിന് ഉത്തരവുണ്ട്. വചനം പറയുന്നു, നിന്റെ കണ്ണുനീർ കണങ്ങൾ ഞാൻ കുപ്പിയിൽ ശേഖരിച്ചിട്ടുണ്ട്, നിന്റെ അലച്ചിലുകൾ ഞാൻ എണീറ്റുണ്ട്. നീ ഒറ്റയ്ക്കിരുന്ന് കരഞ്ഞപ്പോൾ കണ്ണുനീര് മൊത്തം കർത്താവ് കുപ്പി ശേഖരിച്ചടക്കി നോക്കുന്നുണ്ട്. നിന്റെ കണ്ണുനീര് യഥാർത്ഥത്തിൽ ഹൃദയം നുറുങ്ങി നീ കരഞ്ഞിട്ടുണ്ടെങ്കിൽ ആ കണ്ണുനീര് നിന്റെ കുടുംബത്തിന്, നിന്റെ തലമുറയ്ക്ക് അനുഗ്രഹമായിട്ട് മാറാൻ പോവുകയാണ്. അതുകൊണ്ട് പാപത്തെക്കുറിച്ച് ഒരു കുറ്റബോധം ഇനി ആവശ്യമില്ല. കഴിഞ്ഞ കാലങ്ങൾ മുഴുവൻ കർത്താവ് മറന്നു കഴിഞ്ഞു. എന്തൊക്കെ തെറ്റു സംഭവിച്ചിട്ടുണ്ടെങ്കിലും കർത്താവ് അത് മറന്നു കഴിഞ്ഞു. ഉറച്ചു വിശ്വസിച്ചു. കുമ്പസാരിച്ച് ഓരോരുത്തരും ഹൃദയത്തിൽ ഓർത്ത് വിശ്വസിച്ചു. ഇനി കർത്താവ് കഴിഞ്ഞ കാര്യമൊന്നും ഓർക്കത്തില്ല. അതോർത്ത് ആരും പേടിക്കണ്ട. അങ്ങനെയല്ല ഈശോയുടെ സ്വഭാവം. ഹല്ലേലൂയ. തുടർന്ന് യേശുവിൻ്റെ പീഡാസഹനത്തിൻ്റെ ആ അനുഭവങ്ങളൊക്കെ നമ്മൾ വിശുദ്ധ സുവിശേഷങ്ങളിൽ വായിക്കുന്നുണ്ട്. പത്രോസ് ആകെ ഹൃദയം തകർന്നു പോയി. ആ ക്രൂശിൻ്റെ വഴി കർത്താവിനെ കുരിശിൽ തറച്ചിരിക്കുന്ന ഇതൊക്കെ ആ ജീവിതാനുഭവങ്ങൾ എല്ലാം കൊണ്ട് പത്രോസിന്റെ ചങ്ക് തകർന്നു പോയി ആകെ. യോഹന്നാന്റെ സുവിശേഷം 21-ാമത്തെ അധ്യായത്തിലേക്ക് വരുമ്പോൾ നമ്മൾ കാണുകയാണ്, പത്രോസ്, മറ്റു ശിഷ്യന്മാരൊക്കെ ഉണ്ട്. അന്ത്രയോസും യാക്കോബും യോഹന്നാനും ദിദിമോസ് എന്ന തോമസും ഒക്കെ ഉണ്ട്. അവരോട് പറയാ, ഞാൻ മീൻ പിടിക്കാൻ പോവുകയാണ്. ഹല്ലേലൂയ. പത്രോസ് എന്താ പറഞ്ഞത്? എന്താ പറഞ്ഞ്? ഞാൻ മീൻ പിടിക്കാൻ പോവുകയാണ്. അവർ പറഞ്ഞു, ഞങ്ങളും നിന്നോട് കൂടെ വരുന്നു. അവർ വള്ളത്തിൽ കയറി. എന്നാൽ ആ രാത്രിയിൽ അവർക്ക് ഒന്നും കിട്ടിയില്ല. പത്രോസിനെ യേശു തെരഞ്ഞെടുത്തത് മനുഷ്യരെ പിടിക്കാൻ വേണ്ടിയാ, ആത്മാക്കളെ നേടുവാൻ വേണ്ടിയാ. മനുഷ്യരെ പിടിക്കാൻ വേണ്ടി തെരഞ്ഞെടുക്കപ്പെട്ട പത്രോസ് ഇപ്പോൾ പറയാ, ഞാൻ മീൻ പിടിക്കാൻ പോകുക. പഴയ തൊഴില. ആദ്യമേ വള്ളവും വലയും അപ്പനെയെല്ലാം ഉപേക്ഷിച്ച് പോന്ന പത്രോസ് ഇപ്പോൾ വീണ്ടും വലയും വള്ളവും ഒക്കെ എടുക്കുകയാണ്. ഗുരുവുമായിട്ടുള്ള ബന്ധത്തിൽ വന്ന ഒരു വീഴ്ചയാണ് വീണ്ടും ഇങ്ങനൊരു ചിന്തയിലേക്ക് പത്രോസ് കടന്നു പോകാൻ കാരണം. ഒരു അകൽച്ച, ദൈവവുമായിട്ട് ഒരു അകൽച്ച വന്നു കഴിഞ്ഞാൽ നമ്മൾ ലോകത്തിലേക്കും പാപത്തിൻ്റെ സുഖങ്ങളിലേക്കും ഒക്കെ നമ്മൾ പോയിക്കൊണ്ടിരിക്കും. ഈശോയെ നിങ്ങൾ എത്രമാത്രം സ്നേഹിക്കുന്നോ അതനുസരിച്ച് നിങ്ങൾ പാപത്തിൻ്റെ വഴിയിൽ നിന്ന് മാറിക്കൊണ്ടിരിക്കും. ഈശോയെ നമ്മൾ ആത്മാർത്ഥമായിട്ട് സ്നേഹിക്കുന്നുണ്ടെങ്കിൽ മനഃപൂർവ്വം ഒരു പാപവും ചെയ്ത് ഈശോയെ വേദനിപ്പിക്കാൻ നമ്മൾ തയ്യാറാവത്തില്ല. ഹല്ലേലൂയ. ഈശോയുടെ സ്നേഹത്തെക്കുറിച്ച്, ഈശോ നമുക്ക് വേണ്ടി അനുഭവിച്ച സഹനങ്ങളെക്കുറിച്ച് നമ്മൾ ധ്യാനിക്കണം. ഈശോയുടെ സ്നേഹത്തിൻ്റെ ആഴങ്ങൾ എത്ര വലുതാണെന്ന് നമ്മൾ ഇരുന്ന് ധ്യാനിച്ചാൽ കർത്താവ് നമുക്കത് ബോധ്യം തരും. ആ സ്നേഹം അനുഭവിച്ചു കഴിഞ്ഞാൽ പിന്നെ പാപത്തിൻ്റെ സുഖങ്ങളിലേക്ക് നമുക്കൊരിക്കലും പോകുവാനായിട്ട് സാധിക്കത്തില്ല. ആത്മീയ
അറിവാണ് നമ്മളെ വിടുതലിലേക്ക് നയിക്കുന്നത്. ആത്മീയ അറിവില്ലെങ്കിൽ നമുക്ക് വിടുതലില്ല. ഹല്ലേലൂയ. ഇന്ന് ഞാൻ രാവിലെ ഡിവൈൻ ധ്യാന കേന്ദ്രത്തിൽ ശുശ്രൂഷയായിരുന്നു. ഒരു 11 മണിക്ക് കയറിയിട്ട് 1:15 തീരുമ്പോൾ നല്ല ശുശ്രൂഷയായിരുന്നു. ഒത്തിരി സൗഖ്യങ്ങളും അനുഗ്രഹങ്ങളും. അപ്പം ആ ശുശ്രൂഷ കഴിഞ്ഞിട്ട് ഞാൻ ഓടി വന്ന് ഇച്ചിരി ചോറുണ്ടിട്ട് പോകാനായിട്ട് ഇറങ്ങി വരുമ്പോഴത്തേക്കും 2 പെൺകുട്ടികൾ ഓടി വരിക. അപ്പം ഞാനവിടെ നിന്നു. ഓടി വന്നിട്ട് പറഞ്ഞു, ബ്രദറെ, ഞങ്ങൾ പുല്ലുവഴി സെയിൻറ്റ് ആൻ്റണിയുടെ പള്ളിയാണ്. പുല്ലുവഴി എന്തെങ്കിലും കേട്ടുപരിചയമുണ്ടോ? പുല്ലുവഴി പറഞ്ഞു. അതൊക്കെ ശരിയാണ്. അവിടെ ഒരു ഒരാളുണ്ടല്ലോ, ആരാ, ഒരു സിസ്റ്ററുമായിട്ട് പറയുന്നേ, റാണി മരിയയുടെ ജന്മസ്ഥലവും ഇടവകയാണ് ആ പള്ളി. അപ്പോൾ ഈ 2 പിള്ളേർ ഓടി വന്നിട്ട് പറയാ, സൗബ്രദറെ, ഞങ്ങൾ പുല്ലുവഴിക്കാരാണ്. ഞങ്ങളിപ്പോൾ അവിടെ ധ്യാനം കൂടുക, പിള്ളേർ അവിടെ ഡിവൈനിൽ. ഞങ്ങളന്ന് ഇവിടെ ധ്യാനം കൂടിയപ്പോൾ അവൾ പറയുക, അവളന്ന് +2 പഠിക്കുക. ആ കുട്ടി പറയുകയാണ്, വാഗ്ദത്ത വചനങ്ങൾ ഒരു പുസ്തകം ഞാൻ മേടിച്ചു. ഞാൻ പിന്നീട് നേഴ്സിങ്ങിന് പോയി. ഞാൻ അതിനകത്തെ വചനങ്ങൾ പഠിച്ചു. ആ കുട്ടി പറയുക, റോസ്മേരി എന്നാ അവളുടെ പേര്. ഞാൻ ചോദിച്ചു, മോളുടെ പേരെന്താ? റോസ്മേരി. അവൾ പറയുകയാണ്, അതിനകത്ത് എൻ്റെ പരീക്ഷാ സമയം വരുമ്പോൾ പരീക്ഷയിൽ വിജയിക്കാനുള്ള വചനങ്ങൾ എനിക്ക് മനപ്പാടമാണ്. അത് പറഞ്ഞ് ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. അവൾ പറയാ, ഫസ്റ്റ് റാങ്കിലാണ് അവിടെ നേഴ്സിങ്ങിന് പാസ്സായത്. അവൾ പറയാ, സഹോദരരെ, എൻ്റെ കയ്യിൽ ആ പുസ്തകം എപ്പോഴും ഉണ്ട്. അതിനകത്ത് ഒത്തിരി വചനങ്ങൾ എനിക്കറിയാം. ഞാനത് ഉപയോഗിച്ചാണ് പ്രാർത്ഥിക്കുന്നത്. എനിക്ക് ഒത്തിരി സന്തോഷം തോന്നി. ഹല്ലേലൂയ. പത്രോസ് പറയുകയാണ്, ഞാൻ മീൻ പിടിക്കാൻ പോകുകയാണ്. കൂടെയുള്ള മറ്റു ശിഷ്യന്മാർ അവർ പറഞ്ഞു, ഞങ്ങൾ വരിക. അവരെ മൊത്തം ഈശോ മനുഷ്യരെ പിടിക്കാനായിട്ട് ഒക്കെ വിളിച്ച് വേർതിരിച്ചതാണ്. പക്ഷെ ഇപ്പോൾ അവർ പറയുകയാണ്, നമുക്ക് എല്ലാവർക്കും മീൻ പിടിക്കാൻ പോയേക്കാം. അങ്ങനെ അവർ മീൻ പിടിക്കാൻ പോയി. ആ രാത്രി മുഴുവൻ അവർ അധ്വാനിച്ചു. ഒറ്റ മീൻ പോലും വലയിൽ കയറിയില്ല. കയറിയില്ല. ഒറ്റ മീൻ പോലും വലയിൽ കയറിയില്ല. കാര്യം എന്താ? ആ പോക്ക് പോയപ്പോൾ യേശുവായിട്ട് ഒരു ചെറിയ അകലമുണ്ട്, അല്ലേ? യേശുവായിട്ടൊരു ചെറിയ അകലം വന്നിട്ടുണ്ട്. അതാണ് പ്രശ്നം. യേശുവായിട്ട് ചെറിയ ഒരു അകലമുണ്ട്. അതുകൊണ്ട് ഒറ്റ മീൻ പോലും വലയിൽ കയറിയില്ല. കാരണം ഇവരെ ആത്മാക്കളെ നേടാൻ വേണ്ടി വിളിച്ചവരാ. ഇത് വീണ്ടും വലയും വള്ളവും ഒക്കെ ആയിട്ട് ഇറങ്ങിയിരിക്കുക. തിരിച്ചു പോകരുത്. കർത്താവിൻ്റെ ശുശ്രൂഷയ്ക്ക് വേണ്ടി നമ്മൾ ഇറങ്ങിയാൽ മരണം വരെ കർത്താവിന് വേണ്ടി വേല ചെയ്യണം. തിരിഞ്ഞു നോക്കുവാനായിട്ട് പാടില്ല. പിന്നെ ജീവിതത്തിൽ പ്രതിസന്ധികളും പ്രതികൂലങ്ങളും തിരിച്ചടികളും ഒറ്റപ്പെടലുകളും മുറിവുകളും ഒക്കെ ഉണ്ടാവും. പക്ഷേ പിന്തിരിഞ്ഞു പോകുന്ന പ്രശ്നമില്ല. ഹല്ലേലൂയ. ഒരിക്കലും പിന്തിരിഞ്ഞു പോകാനായിട്ട് പാടില്ല. ഞാനൊരു സംഭവം പങ്കുവയ്ക്കുന്നു. ക്രിസ്തുവിനെ സ്നേഹിച്ച ഒരു ചെറുപ്പക്കാരൻ 10 വർഷമായി, 10 വർഷം ഇപ്പോൾ പൂർത്തിയായി. ഈ 2025 21 ചെറുപ്പക്കാർ. ആ വീഡിയോ ഒന്ന് കാണിക്കാൻ പറ്റുമോ? 21 ചെറുപ്പക്കാർ ലെബനോനിലെ ട്രിപ്പോളി എന്ന സ്ഥലത്ത് ഒരു മറ്റു രാജ്യക്കാരാണ്. അവിടെ ലെബനോനിൽ ജോലിക്ക് വന്നതാണ്. അവരെ IS ഭീകരർ പിടിച്ചിട്ട് ഒരുപക്ഷെ നിങ്ങൾ ആരെങ്കിലുമൊക്കെ വീഡിയോകൾ ചാനലുകളിൽ, ഷെക്കന ചാനൽ അല്ലെങ്കിൽ പിന്നെ മറ്റ് യൂട്യൂബ് ചാനലൊക്കെ ചിലരെങ്കിലും കണ്ടിട്ടുണ്ടാവാം. ഈ 21 പേരെ അവർ പിടിച്ചിട്ട് അവിടെ കഴുത്തറത്ത് കൊല്ലുകയാണ്. അവർ തെറ്റു ചെയ്തിട്ടല്ല, അവർ ക്രിസ്തുവിനെ ആരാധിച്ചു, അവർ ക്രിസ്തുവിനെ സ്നേഹിച്ചു, അവർ ക്രിസ്തുവിൻ്റെ സ്വന്തമാണ്. അതുകൊണ്ട് അവർ കൊല്ലപ്പെടുകയാണ്. ഹല്ലേലൂയ. ആ 21 പേരിൽ 21 പേരും ഓറഞ്ച് നിറമുള്ള ജുബായും ഓറഞ്ച് നിറമുള്ള പൈജാമയുമാണ് ഇട്ടിരിക്കുന്നത്. എന്നിട്ട് ഇവരെങ്ങനെ കടൻ്റെ അതിലെ കൊണ്ടുപോയിട്ട് നിർത്തിയിട്ട് ഇവരെ 21 പേരെയും അവർ കഴുത്തറത്ത് കൊല്ലുകയാണ്. ആ മുടിക്കുത്തിന് കൊണ്ട് പിടിച്ചു അടുത്ത് പെടലി ചായച്ചിട്ട് കഴുത്തറക്കുകയാണ് IS ഭീകരർ, മുസ്ലിം ഭീകരർ. 20 പേരെ കൊന്നു കഴിഞ്ഞപ്പോൾ അവരുടെ രക്തം വീണ് ആ രക്തം സമുദ്രത്തിലേക്ക് ഒഴുകി സമുദ്രം രക്തത്തിൻ്റെ കളറായിട്ട് മാറുന്ന കാഴ്ച നമ്മൾ അതിനകത്ത് കാണുന്നുണ്ട്, വീഡിയോയിൽ കാണുന്നുണ്ട്. 21ാമത്തെ വ്യക്തി, ആ വ്യക്തിയുടെ പേര് ഐരക എന്നാണ്.
ആഫ്രിക്കയിലെ ചാഡ് എന്ന് പറയുന്നൊരു സ്ഥലമുണ്ട്. ഇപ്പോൾ ഒത്തിരി ഭീകരര് അവിടെ മനുഷ്യരെ കൊല്ലുന്നുണ്ട്. ഈയിടെ ചാഡ് എന്ന സ്ഥലത്ത് ഒരു ദേവാലയത്തില് 70 പേരെ മുസ്ലിം ഭീകരര് കഴുത്തറത്ത് കൊന്നു. അത് വീഡിയോ കണ്ടവരോ പത്രത്തിൽ വായിച്ചവരോ ഉണ്ടെങ്കിൽ ഒന്ന് കരമെത്തി കാണിച്ചേ. കൈ മൊത്തം ഉയർത്തി കാണിക്കേ. അത്രയും പേരെങ്കിലും പത്രം വായിക്കുന്നുണ്ടല്ലോ. ഉണ്ടോ? വളരെ കുറവാളുണ്ട്. നമ്മൾ ക്രിസ്ത്യാനികളെയാണ്. ഒരു ദേവാലയത്തില് 70 പുരുഷന്മാരെ ക്രിസ്ത്യാനികളെ കഴുത്തറത്ത് കൊന്നിട്ടിരിക്കുക. മൂന്നാം പക്ക പുറം ലോകം അറിയുന്നത്. അത് ഈ ചാട് എന്ന് പറയുന്ന സ്ഥലത്താണ്. ആ സ്ഥലത്തുള്ള ഒരു ചെറുപ്പക്കാരൻ, വെറും 22 വയസ്സ് പ്രായം, ഈ ചെറുപ്പക്കാരൻ 20 പേരുടെ കഴുത്തറക്കുന്നത് കണ്ടു. അവരാരും കരയുക നിലവിളിക്കുകയും ചെയ്യുന്നില്ല കേട്ടോ. ആ വീഡിയോ കാണാൻ പറയാം. ആരുടെ മുഖത്തൊരു ഭാവവ്യത്യാസമില്ല. കാരണം ജീവനും ജീവിതവും ക്രിസ്തുവിന് കൊടുത്തവരവര്. അവർക്ക് യേശുവിന് വേണ്ടി മരിക്കാനായിട്ട് ഒരു മടിയില്ലെന്നേ. അതിന്റെ ചോദിക്കുന്ന ചോദ്യം ഇതാ: ക്രിസ്തുവിനെ ഉപേക്ഷിച്ചാൽ നിന്നെ വെറുതെ വിടാം, ക്രിസ്തുവിനെ തള്ളിപ്പറഞ്ഞാൽ നിനക്ക് ജീവൻ തിരിച്ചു തരാം. ആ ചെറുപ്പക്കാരന്റെ വാക്കുകൾ ഇതായിരുന്നു: ഈ 20 പേര് ആർക്ക് വേണ്ടി മരിച്ചോ ആ ക്രിസ്തുവിന് വേണ്ടി മരിക്കാൻ ഞാൻ തയ്യാറാണ്, അവനെ ഞാൻ തള്ളിപ്പറയത്തില്ല. ഈ സംഭവമൊക്കെ ശാലോം പത്രത്തിൽ വന്ന കാര്യങ്ങളാണ് ഞാൻ പങ്കുവയ്ക്കുന്നത്. എന്നിട്ട് അടുത്ത നിമിഷം അവര് ആ ചെറുപ്പക്കാരൻ്റെ മുടിക്ക് പിടിച്ച് പുറകോട്ട് വലിച്ചിട്ട് കഴുത്തറത്ത് കൊല്ലുന്ന കാഴ്ചയാണ്. 21 പേരെയും കൊന്നു കളഞ്ഞു. ആ 21 പേരെയും ഗ്രീക്ക് കോപ്റ്റിക് സഭയിലെ അംഗങ്ങളാണ്. അവരെ 21 പേർക്കും വേണ്ടി ഇപ്പോൾ ഒരു ദേവാലയമുണ്ട്. അവരെ വിശുദ്ധരുടെ ഗണത്തിലേക്ക് ചേർത്തു. ഫ്രാൻസിസ് മാർപ്പാപ്പായും ഈ 21 പേരെ രക്തസാക്ഷികളാക്കി വിശുദ്ധരുടെ ഗണത്തിലേക്ക് അവരെ ചേർത്തിരിക്കുകയാണ് കത്തോലിക്ക സഭയും. ഹല്ലേലൂയ. ഞാൻ പറഞ്ഞത് ആ ചെറുപ്പക്കാരൻ്റെ വാക്കുകൾ ഇതാണ്: ഈ 20 പേർ ആർക്ക് വേണ്ടി മരിച്ചോ ആ ക്രിസ്തുവിന് വേണ്ടി എൻ്റെ ജീവനെ ഞാൻ കൊടുക്കുക, ക്രിസ്തുവിനെ ഞാൻ തള്ളിപ്പറയത്തില്ല. ഹല്ലേലൂയ. നമ്മുടെ ജീവിതം ക്രിസ്തുവാണ്. പൗലോസ് പറയുന്നുണ്ട്, എനിക്ക് ജീവിതം ക്രിസ്തുവും മരണം നേട്ടവുമാണ്. ക്രിസ്തുവിനെ വിട്ടൊരു ജീവിതമില്ല. നമ്മുടെ ജീവിതം യേശുവിന് വേണ്ടിയുള്ളതാ. അത് സഹനങ്ങളാണെങ്കിലും സന്തോഷമാണെങ്കിലും തകർച്ചയാണെങ്കിലും രോഗക്കിടക്കയിലാണെങ്കിലും പ്രതികൂലങ്ങളിലാണെങ്കിലും യേശുവിനെ ഞാൻ തള്ളിപ്പറയത്തില്ല. അവന് വേണ്ടി മാത്രം ഞാൻ ജീവിക്കും. ഇവിടെ ഇരിക്കുന്ന ഓരോ വ്യക്തിയുടെയും ചങ്കിന്റെ ഉള്ളിലെ ഹൃദയത്തിലെ തീരുമാനം അതായിരിക്കണം: മരിക്കേണ്ടി വന്നാലും സഹിക്കേണ്ടി വന്നാലും യേശുവിനെ വിട്ട് ഒരു ജീവിതമില്ല. ഒരു നാളും നീ അനാഥനല്ല, ഒരു നാളും നീ അന്യനല്ല, ഒരു നാളും നീ അനാഥനല്ല.